നമസ്കാരം. IAS കേഡറിന് പുറത്തേക്ക് സമ്മതം തേടാതെ മാറ്റിയതിനെതിരെ ബി അശോക് നടത്തുന്ന നിയമയുദ്ധം സത്യത്തിൽ സർക്കാരിന് തലവേദനയാകുമെന്ന് ഉറപ്പ്. ഇതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ടെന്ന ഉപദേശം സർക്കാരിന് ലഭിച്ചതായിട്ട് തന്നെയാണ് സൂചന. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ നീക്കം അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് തലവേദനയാവുകയാണ്. 1954 IAS കേഡർ നിയമത്തിന്റെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെയും ലംഘനമാണുണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പ്രാഥമികമായി ട്രിബ്യൂണൽ അംഗീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വ്യക്തമായ നിയമോപദേശങ്ങളിലൂടെയാകും ട്രിബ്യൂണലിന് നൽകേണ്ട മറുപടി തയ്യാറാക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടതിയിലെ നിയമ യുദ്ധക്കരുത്തിൽ TP സെൻകുമാർ വീണ്ടും DGP ആയിരുന്നു. ഇത് സർക്കാരിന് നാണക്കേടായി. ഇതേ സാഹചര്യം അശോക് വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അശോകിന് കേന്ദ്രത്തിൽ സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ കമ്മീഷനായി നിയമിക്കാനാകില്ലെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. മതിയായ കാരണമുണ്ടാവുക, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സമ്മതം ഉണ്ടാവുക എന്നിവയാണ് കേഡറിന് പുറത്തേക്ക് ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള വ്യവസ്ഥയായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രണ്ടും തന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ബി അശോക് പറയുന്നു. കേരളത്തിന് 14 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ തസ്തികയാണ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ 7 പേരാണ് ഉള്ളത്. ഫെബ്രുവരിയിൽ ഒരാൾ വിരമിക്കും. ഈ സാഹചര്യത്തിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തസ്തിക സർക്കാർ വേണ്ടെന്ന് വെക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ലെന്നതാണ് വസ്തുത. അശോകിനോടുള്ള പ്രതികാരമാണ് ഇതിന് പിന്നിലെന്നാണ് തെളിയുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കുള്ള തന്നെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചതിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് അശോക് കത്തയക്കുകയും ചെയ്തിരുന്നു. ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് അശോക് കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതും സർക്കാർ ഗൗരവത്തിൽ എടുത്തില്ല. ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു. സ്വതന്ത്ര സ്ഥാപനമായ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷപദം കേഡറിന് പുറത്തുള്ളതാണ്. അത് ഏറ്റെടുക്കാൻ കഴിയില്ല. തദ്ദേശ വകുപ്പിൽ 4 മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ IAS ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ബി അശോക് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ്. സിവിൽ സർവീസ് ചട്ട ഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രിബ്യൂണലായി നിയമിക്കുന്നതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണം. ഇതിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ ശുപാർശ അയക്കാൻ കഴിയും. കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെയുള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രിയും അതിന് മുകളിലുള്ളവരുടെ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത്. സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾക്കടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണമെന്ന ചട്ടഭേദഗതി കൊണ്ടുവന്നത്. ഇത് പരിഗണിക്കാതെയാണ് അശോകിന്റെ നിയമനം മന്ത്രിസഭ തീരുമാനിച്ചത്. ഇതെല്ലാം പരിഗണിച്ചാണ് തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ബി അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ സ്ഥാനത്തു തന്നെ തുടരാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അതായത് CAT അനുമതി കിട്ടിയത്. കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത് അശോക് സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഹർജി വീണ്ടും പരിഗണിക്കുന്ന ജനുവരി 24 വരെ നിലവിലെ സ്ഥാനങ്ങളിൽ തുടരാനാണ് CAT നിർദ്ദേശം. സർക്കാർ വിശദീകരണ പത്രിക നൽകുന്നതുവരെ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. IAS അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് അശോക്. ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് അശോക് ഇപ്പോഴുമുള്ളത്. IAS കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ലെന്ന് അശോക് പറയുകയും ചെയ്യുന്നു. നന്ദി.